വ്യാജവാർത്ത നൽകിയതിന് മംഗളം പത്രത്തിന് പിഴ, തേൻകണി അജിത്തിന് തടവ് ശിക്ഷ. കേരള ഗവൺമെന്റ് മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് IAS-നെതിരെ നടന്ന വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് വ്യാജവാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ മംഗളം അസോസിയേറ്റ് എഡിറ്ററായിരുന്ന അജിത് കുമാർ, കൊച്ചി റിപ്പോർട്ടറായിരുന്ന KK സുനിൽ എന്നിവർക്ക് 4 മാസം വീതം തടവ് ശിക്ഷ വിധിച്ച് കോടതി ഉത്തരവ്. IPC സെക്ഷൻ 500 പ്രകാരം അപകീർത്തി കേസിൽ പ്രതികളായ അജിത് കുമാറും റിപ്പോർട്ടർ KK സുനിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും സെക്ഷൻ 502 പ്രകാരം പ്രിന്ററും പ്രസാധകനുമായ ബിജു വർഗീസ് അപകീർത്തികരമായ കാര്യങ്ങൾ അച്ചടിച്ച പ്രസിദ്ധീകരണം വിൽക്കുകയും ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. 2 വകുപ്പുകളിലായി പത്രസ്ഥാപനത്തിന് 50,000 രൂപ വീതം പിഴയടയ്ക്കണം. പിഴയൊടുക്കുവാൻ തയ്യാറായില്ലെങ്കിൽ മംഗളം എഡിറ്ററും പ്രസാധകനുമായ ബിജു വർഗീസ് 3 മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വിജിലൻസ് വകുപ്പിന്റെ തലപ്പത്തുള്ളവരെ സ്വാധീനിക്കുവാൻ പരാതിക്കാരൻ ശ്രമിച്ചുവെന്ന് 12/4/2015 മംഗളം ദിനപത്രം കൊച്ചി എഡിഷനിൽ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിരമിച്ച IAS ഉദ്യോഗസ്ഥൻ ടോം ജോസ് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തത്. മഹാരാഷ്ട്രയിൽ കോടികളുടെ ഫ്ളാറ്റും എറണാകുളം കടവന്ത്രയിൽ 1.5 കോടിയുടെ ഫ്ളാറ്റും പരാതിക്കാരൻ സ്വന്തമാക്കി എന്നതായിരുന്നു മംഗളം പത്രം നൽകിയ വാർത്ത. ഇത് വ്യാജവാർത്തയാണെന്നും ഫ്ളാറ്റോ വസ്തുവോ വാങ്ങിയതിന് തനിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടില്ലെന്നും പരാതിക്കാരൻ കോടതിയെ അറിയിച്ചു. വിചാരണ വേളയിൽ ടോം ജോസിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് 2018 അദ്ദേഹത്തിനെതിരായ നടപടികളെല്ലാം പിൻവലിച്ചിരുന്നു. എന്നാൽ മംഗളം നൽകിയ വാർത്തയിലെ വസ്തുതകൾ തെളിയിക്കുവാൻ പ്രതികളായ റിപ്പോർട്ടർക്കോ മംഗളം മേധാവികൾക്കോ കഴിഞ്ഞില്ല. 2016 വിജിലൻസ് ടോം ജോസിനെതിരെ അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ വാർത്ത പ്രസിദ്ധീകരിച്ചത് 2015 ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഇത് സംബന്ധിച്ച അടിക്കടി വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. വാർത്തയിലെ വസ്തുതകൾ കോടതിയിൽ തെളിയിക്കുവാൻ പ്രതികൾക്ക് സാധിക്കാതിരുന്നതാണ് ഈ കോടതി വിധിക്ക് കാരണം. ടോം ജോസിന് അനധികൃത സ്വത്തുണ്ടെന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ രഹസ്യ അന്വേഷണത്തിന് ശേഷമാണ് വിജിലൻസ് കോടതിയിൽ FIR നൽകുകയും റെയ്ഡിന് അനുമതി വാങ്ങുകയും ചെയ്തത്. ടോം ജോസ് IAS കൊച്ചിയിൽ വാങ്ങിയ ഫ്ളാറ്റ് അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പരിധിയിൽ വരുമെന്ന് കണ്ടതിനെ തുടർന്നാണ് 2016 കേസെടുത്തത്. മഹാരാഷ്ട്രയിലെ സിന്ധുദുർബിൽ കർഷക ഭൂമി വഴിവിട്ട് സ്വന്തമാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങളിൽ വസ്തുതകളില്ലെന്ന് പിന്നീട് കണ്ടെത്തി 2018 അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ വിരമിച്ച ശേഷവും മംഗളത്തിനെതിരായ നിയമ നടപടിയുമായി മുൻ ചീഫ് സെക്രട്ടറി മുന്നോട്ട് പോവുകയായിരുന്നു. മംഗളം പ്രസ്ഥാനത്തെയും മുടിപ്പിച്ച് മംഗളം ചാനലും പൂട്ടി അത് തൂക്കിവിറ്റ് അസോസിയേറ്റ് എഡിറ്ററായിരുന്ന അജിത് കുമാർ പുറത്തുപോയിരുന്നു. KP യോഹനന്റെ മരണവുമായി ബന്ധപ്പെട്ട് ITV ന്യൂസ് വാർത്തകൾ നൽകിയപ്പോൾ ഞങ്ങൾക്കെതിരെ ജോജു പാച്ചർ എന്ന അടുത്തയിടെ ഒരു ചുവന്ന നൈറ്റിയിട്ട് മെത്രാനായ ഒരു തീവട്ടിയെ കൊണ്ട് ഞങ്ങൾക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുപ്പിക്കുകയും FIR ഇടുകയും അതിന്റെ പേരിലും ഞങ്ങൾക്കെതിരെ വ്യാജവാർത്ത മംഗളം വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. തേൻകണി വിവാദത്തിൽ മന്ത്രി ശശീന്ദ്രനെ കുടുക്കി വ്യാജവാർത്ത സംരക്ഷണം ചെയ്ത കേസിലും അജിത് കുമാർ ജയിലിലായിരുന്നു. ഒടുവിൽ മംഗളം ചാനൽ കടം കയറി മുടിഞ്ഞു. തമ്പാനൂരിലെ മംഗളം പത്രത്തിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ബാങ്ക് ജപ്തി ചെയ്തു. തുടർന്ന് മംഗളത്തിന്റെ ഒട്ടുമിക്ക എഡിഷനുകളും പൂട്ടി ഇപ്പോൾ പേരിന് വൗച്ചർ കോപ്പി കൊടുക്കുവാനുള്ള പത്രം മാത്രമാണ് പ്രിന്റ് ചെയ്യുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.